നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങവേ ക്നാച്ചേരിയിൽ വെച്ചാണ് കാട്ടാന എൽദോസിനെ ആക്രമിച്ചത്. കോതമംഗലം MLA ആന്റണി ജോൺ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടമ്പുഴയിൽ കാട്ടാന ചതച്ചരച്ചത് ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നമാണ്. അമ്മയെയും സഹോദരിയെയും നോക്കണ്ട അത്താണിയാണ് ചേലാട് സെമിത്തേരിയിൽ മണ്ണോട് ചേർന്നത്. കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ സംസ്കാര ചടങ്ങ് അതീവ വൈകാരികമായിരുന്നു. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങവെയാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത്. കോതമംഗലം ബിഷപ്പ് MLA ആന്റണി ജോൺ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പ്രദേശവാസികളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇത് കേവലം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖം മാത്രമാണ്, ഈ നാടിന്റെ ആകെ ദുഃഖമാണ്. ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള അന്നത്തെ ഉപജീവനം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം, അത് നമ്മളെല്ലാവരുടെയും പൊതുസമൂഹത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഇനി ഇത്തരത്തിലുള്ള ധാരാളമായ സംഭവങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലയിലുള്ള ജാഗ്രതകളും കൂട്ടായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം, ഇനി കൂത്താട്ടുകുളത്ത്.